ഹായ് ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സൂപ്പർ ചോക്ലേറ്റി ക്രിങ്ക്ലി ടോപ്പുള്ള ബേക്കറി സ്റ്റൈൽ ഫഡ്ജി ബ്രൗണിയാണ്. അതും ബീറ്റർ ഒന്നും ഉപയോഗിക്കാതെ വീട്ടിലെ ഒരു വിസ്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ ഇതിനായി വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് മെഷർ ചെയ്തെടുക്കേണ്ടതാണ്. 1 kg പറഞ്ഞ ബ്രൗണിയുടെ മെഷർമെൻ്റ് ആണ് കേട്ടോ ഇത്. അതിനായിട്ട് ഒരു പാത്രത്തിൽ 200 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. സോൾട്ടഡ് ബട്ടർ നമുക്കിതിന് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. അടുത്തതായിട്ട് ഒരു പാത്രത്തിൽ 240 ഗ്രാം ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. ഡാർക്ക് കോമ്പൗണ്ടാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്കും മിൽക്കും കോമ്പൗണ്ടും മിക്സ് ചെയ്തെടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന ബട്ടറിലേക്ക് ഈ ചോക്ലേറ്റ് അരിഞ്ഞത് ചേർത്ത് നമുക്കിനി അതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കേണ്ടതുണ്ട്. ഡബിൾ ബോയിൽ ചെയ്യാൻ അറിയാത്തവർക്കായിട്ട് ജസ്റ്റ് ഒന്ന് പറയാം. ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുക, അതിന് മുകളിലായിട്ട് നമ്മുടെ ചോക്ലേറ്റ് ബട്ടർ മിക്സ് വെച്ച് കൊടുക്കുക. അടിയിലുള്ള പാത്രത്തിലെ ആവി തട്ടിയിട്ടാണ് മുകളിലെ പാത്രത്തിലെ ചോക്ലേറ്റ് നമുക്ക് മെൽറ്റാക്കി എടുക്കാനുള്ളത്. നമ്മുടെ ബട്ടറെല്ലാം നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ തന്നെ ചോക്ലേറ്റ് മെൽറ്റായി കിട്ടും. നമ്മുടെ ചോക്ലേറ്റ് എല്ലാം നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം, ഒന്ന് ചൂടാറട്ടെ. ഇനി ആ സമയം നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് കൊക്കോ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മൈദയും കൊക്കോ പൗഡറും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു സ്പാച്ചുല യൂസ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു അരിപ്പയിലൂടെ 2-3 വട്ടം അരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടും. തൽക്കാലം ഇതിനെ നമുക്ക് മാറ്റി വെച്ചേക്കാം. നമുക്കൊരു പ്ലേറ്റ് എടുക്കാം. അതിലേക്ക് ഡാർക്ക് കോമ്പൗണ്ടും മിൽക്ക് കോമ്പൗണ്ടും നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചേക്കാം. ഇത് നമുക്ക് ബ്രൗണി ബാറ്റർ റെഡിയായി കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനുള്ളതാണ്. നമ്മുടെ ബ്രൗണി ഡബിൾ ചോക്ലേറ്റ് ബ്രൗണി ആണല്ലോ, അതിൽ നമ്മൾ നല്ല റിച്ച് ആയിട്ട് ഡാർക്ക് കോമ്പൗണ്ടും മിൽക്ക് കോമ്പൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മറ്റൊരു ബൗൾ എടുക്കുക. അതിലേക്ക് 1.5 കപ്പ് പൊടിച്ച പഞ്ചസാരയും 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുക. നിങ്ങളുടെ കയ്യിൽ ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതിയാവും. ഇതിലേക്ക് ഇനി നമുക്ക് 4 മുട്ട ആവശ്യമായിട്ടുണ്ട്. ഓരോ മുട്ടയും നമുക്കിതിലേക്ക് പൊട്ടിച്ച് ചേർക്കാം. ബട്ടർ മെൽറ്റ് ചെയ്യുന്നതിൽ നിങ്ങൾ ചേർത്തത് ഡാർക്ക് കോമ്പൗണ്ടിനൊപ്പം മിൽക്ക് കോമ്പൗണ്ട് മിക്സ് ചെയ്തിട്ടാണെങ്കിൽ 1.5 കപ്പ് പഞ്ചസാര മതി. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എക്സ്ട്രാ എടുക്കണ്ട. മധുരം ഇച്ചിരി മുന്നിട്ട് നിൽക്കും. 4 മുട്ടയും നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വാനില എസൻസ് ചേർക്കാം. 1 മുതൽ 1.5 ടീസ്പൂൺ വരെ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു വിസ്ക് ഉപയോഗിച്ചത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ബേക്കറി സ്റ്റൈലിലുള്ള ക്രിങ്ക്ലി ടോപ്പ് ബ്രൗണിയാണ് നമുക്ക് ആവശ്യമെങ്കിൽ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു ചേരുന്ന വരെ നമ്മൾ മിക്സ് ചെയ്യേണ്ടതുണ്ട്. കുറച്ച് നേരം നമ്മൾ കൂടുതൽ വിസ്ക് ഉപയോഗിച്ച് ഇത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നന്നായിട്ട് പഞ്ചസാര അലിഞ്ഞ് ചേരുന്ന നന്നായിട്ടൊന്ന് പതഞ്ഞ് വരത്തുള്ളൂ. എന്നാൽ മാത്രമേ നമ്മുടെ ബ്രൗണിയുടെ ടോപ്പ് കാണാനായിട്ട് അത്ര നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ. ഇതിലേക്ക് ഇനി നമുക്ക് ചേർക്കേണ്ടത് നമ്മുടെ ചോക്ലേറ്റ് മിക്സാണ്. അതിനു മുമ്പ് നന്നായിട്ട് പതപ്പിച്ചെടുക്കാം. ഇത് കണ്ടില്ലേ, ഇതുപോലെ പതഞ്ഞ് വരണം. ജസ്റ്റ് ഒരു വൈറ്റ് ഷെയ്ഡ് പോലെ പതഞ്ഞ് വരുന്ന ആ ഒരു ഘട്ടത്തിൽ വേണം നമുക്കിതിലോട്ട് ചോക്ലേറ്റ് ചേർക്കാൻ. നേരത്തെ നമ്മൾ അലിയിച്ച് വെച്ചിരിക്കുന്ന ബട്ടർ ചോക്ലേറ്റ് മിക്സ് കുറേശ്ശെയായിട്ട് ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇതിൽ ചേർക്കുന്ന ചോക്ലേറ്റ് മിക്സിന് ചെറിയ ചൂട് വേണം എന്ന് കരുതി ഒരുപാട് ചൂട് വേണ്ട, ചെറിയൊരു ചൂട് തന്നെ ധാരാളമാണ്. നമ്മുടെ ബട്ടർ ചോക്ലേറ്റ് മിക്സ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. പഞ്ചസാരയും മുട്ടയും നന്നായിട്ട് പതഞ്ഞ് വന്നതിലേക്കാണ് ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു തരി പഞ്ചസാര പോലും അതിലില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ചേർക്കേണ്ടത്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന മൈദ മിക്സാണ്. മൈദയും കൊക്കോ പൗഡറും അരിച്ച് വെച്ചിരുന്നത് നമ്മളങ്ങനെ 2-3 ബാച്ചസ് ആയിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കേക്കിലൊക്കെ ചെയ്യുന്ന പോലെ ഒരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് യൂസ് ചെയ്ത് ഞാനത് ഒരു സ്പാച്ചില വെച്ച് നമ്മുടെ ചോക്ലേറ്റ് മിക്സിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുന്നുണ്ട്. 2-3 ബാച്ചസ് ആയിട്ടാണ് ഇങ്ങനെ മൈദ ഇതിലോട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ടും അങ്ങനെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബ്രൗണിയുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കേക്കിൻ്റെ ബാറ്ററൊക്കെ ചെയ്യുമ്പോൾ കാണുന്ന ആ ഒരു റിബൺ ലൈക്ക് കൺസിസ്റ്റൻസി ഇല്ലേ, അത് നമുക്ക് കാണാം. കണ്ടോ, ഇത് നല്ല ഷൈനി ആയിട്ടുള്ള നല്ല ചോക്ലേറ്റി ആയിട്ടുള്ള നമ്മുടെ ബ്രൗണിയുടെ ബാറ്റർ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബട്ടർ പേപ്പർ വെച്ച് ലൈൻ ചെയ്തിട്ടുള്ള ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്.
ഒരു 10 ഇഞ്ചിൻ്റെ കേക്ക് ടിന് നിങ്ങൾ എടുത്താൽ മതിയാവും കേട്ടോ. എൻ്റെ ബ്രൗണിക്ക് നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ഒരു 10 ഇഞ്ചിൻ്റെ കേക്ക് ടിനാണ് കറക്റ്റായിട്ട് ഉണ്ടാവുക. ഇനി കുറച്ച് മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഈ ബാറ്ററിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തും ചെല്ലേണ്ടതാണ്. നമുക്ക് ഓരോ ബൈറ്റിലും നമുക്ക് ചോക്ലേറ്റ് കിട്ടേണ്ടതാണ്. അതുകൊണ്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇട്ട് കൊടുക്കുക. നല്ല റിച്ച് ആയിട്ടുള്ള ഡബിൾ ചോക്ലേറ്റ് ബ്രൗണിയാണിത്. വെച്ചിരുന്ന ചോക്ലേറ്റ് പൂർണ്ണമായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒരു ടൂത്ത് പിക്ക് യൂസ് ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ 10 മിനിറ്റായി. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. 160 ഡിഗ്രിയിൽ 2 സൈഡിലുള്ള കോയിലും ഓണാക്കി ഏകദേശം ഒരു 30 to 40 മിനിറ്റ്സ് ആണ് ബ്രൗണി ബേക്ക് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരിക. ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ച് ഇത് വ്യത്യാസപ്പെടാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്തേയിരിക്കുക. അപ്പോൾ നമ്മുടെ ഡബിൾ ചോക്ലേറ്റ് ബ്രൗണി റെഡി ആയിട്ടുണ്ട്. ബ്രൗണി റെഡിയായപ്പോൾ തന്നെ വീട് മൊത്തത്തിലൊരു നല്ലൊരു ചോക്ലേറ്റ് സ്മെല്ലുണ്ട്. നമ്മുടെ ബ്രൗണിയുടെ മുകൾ ഭാഗം കണ്ടില്ലേ, നല്ലൊരു ക്രിങ്കിൾഡ് ടോപ്പായിട്ട് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ഷുഗർ നല്ലപോലെ ഡിസോൾവ് ആയിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്രിങ്കിൾ ടോപ്പ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ബ്രൗണി ഞാനൊന്ന് കട്ട് ചെയ്യുവാണ്. ഒരു സ്ക്രേപ്പർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത്. 8 ഇഞ്ച് പാനി ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രൗണിക്ക് നല്ല ഹൈറ്റ് ഉണ്ട്. നിങ്ങളൊരു 10 ഇഞ്ച് പാനിൽ ഉണ്ടാക്കിയാൽ മതിയാവും. ബ്രൗണി നല്ല ചെറിയ ചൂടായിട്ടിരിക്കുന്ന ടൈമിൽ തന്നെ കട്ട് ചെയ്താലാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുക. നമുക്കൊരു പീസ് ബ്രൗണി എടുത്ത് നോക്കാം. കേക്ക് പോലെ അല്ല കേട്ടോ, നമ്മുടെ ബ്രൗണിയുടെ ടെക്സ്ചർ തന്നെ വ്യത്യസ്തമാണ്. ഇതിൻ്റെ മോൾ ഭാഗമെല്ലാം നല്ല ക്രിങ്ക്ലി ടോപ്പായിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തൊട്ടാൽ തന്നെ മുറിഞ്ഞു പോകുന്ന അത്ര സൂപ്പർ സോഫ്റ്റാണ്. ഞാൻ സെയിൽ ചെയ്യാറുള്ള ബ്രൗണിയുടെ റെസിപ്പിയാണിത്. നിങ്ങൾക്കിത് ഒന്ന് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കണ്ടില്ലേ, ഇത് നല്ല സൂപ്പർ സോഫ്റ്റായിട്ടാണ് ഉള്ളത്. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നമ്മുടെ ബ്രൗണിയുടെ ഉൾഭാഗമെല്ലാം നല്ല ഫഡ്ജി ആയിട്ടുണ്ട്. ഓരോ ബൈറ്റിലും നമ്മൾ ചേർത്തിരിക്കുന്ന ആ ചോക്ലേറ്റ്സിൻ്റെ പീസസ് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളൊരു ചോക്ലേറ്റ് ലവർ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചുമ്മാ പറയുമല്ല, അത്ര നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ അതുകൊണ്ട് ഒരു പീസും കൂടെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. എനിക്കറിയാവുന്ന എല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഫ്രം അരോമ.